ഹായ് ഫ്രണ്ട്സ്, ഹായ് പറഞ്ഞേ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. പക്ഷെ നല്ല മഴയാണ് പുറത്ത്. പൈസ നല്ല മഴയാണ്. അപ്പം മഴ കുറഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം. നമ്മൾ അമ്പലത്തിലോട്ട് പോന്നിട്ടുണ്ട്. നല്ല മഴയായിരുന്നു. മഴ കുറഞ്ഞ നേരം നോക്കി വേഗം വന്നു. ഞങ്ങൾ സ്കൂട്ടിക്കാണ് വന്നത്. പിന്നെ ഇന്ന് ഷഷ്ടി ദിവസമായിരുന്നു കേട്ടോ. പിന്നെ അഷ്ടാഭിഷേകത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ 2 പേരുടെ പേരിലും എൻ്റെയും ചുഞ്ചുരുൻ്റെ പേരിലും പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ 3 തവണ പ്രദക്ഷിണമൊക്കെ വെച്ച് വന്ന് നിൽക്കുകയാണ്. പിന്നെ അഷ്ടാഭിഷേകം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പൂജ അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കുറച്ച് നേരം നിൽക്കാണ്ട് വന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബ് കുട്ടീനെ കണ്ടിട്ട് കുറച്ച് നീങ്ങിയിട്ടാണ് കേട്ടോ ആ കുട്ടിയുടെ വീട്. സന്തോഷമായി വന്ന് സംസാരിച്ചു. വീഡിയോ എടുത്തുകാന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രസാദം വാങ്ങിച്ച് പുറത്തിറങ്ങി. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. നമ്മൾ ഷഷ്ടിക്കഞ്ഞി കുടിക്കാൻ പോവാണ്. ഞാൻ ഷഷ്ടി വ്രതം എടുത്തിട്ടുണ്ടായിരുന്നില്ല, എടുക്കാൻ പറ്റില്ല. എനിക്ക് ഒന്നാമത്തെ വയ്യാത്ത കാരണം, ടാബ്ലറ്റ് ഉള്ള കാരണം ഷഷ്ടി വ്രതം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഷഷ്ടിക്കഞ്ഞിയൊക്കെ കുടിച്ചു. ചുഞ്ചുരു ബേബിയും കുടിച്ചോട്ടെ. ചുഞ്ചുരു ബേബി അങ്ങനെ കഞ്ഞി കുടിക്കാത്തതാണ്. പിന്നെ അതാ കുറച്ച് കഞ്ഞിയൊക്കെ ചുഞ്ചുരു ബേബിക്കും കൊടുത്ത് ഞാനും കുടിച്ചു. എന്തുകൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. കാരണം അമ്പലത്തിൽ പോകുന്നത് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല സുഖമായിട്ട് തൊഴുതു. അപ്പോൾ അങ്ങനെ ഷഷ്ടിക്കഞ്ഞിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഞങ്ങളിതാ പിന്നെ പൂജയുടെ പ്രസാദം വാങ്ങിക്കാനായിട്ട് പോയി. പൂജയുടെ പ്രസാദമൊക്കെ മേടിച്ചു. ഞങ്ങളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പ് അപ്പുറത്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് ചുഞ്ചുരു ബേബിയുടെ കാലുമ്പോൾ മണ്ണാന്ന് പറഞ്ഞിട്ട് ചുഞ്ചുരു ബേബി കഴുകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കഴുകാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു നേരെ ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.